ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര തന്നെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്രറിഞ്ഞു കാണും. എങ്കിൽ കാര്യം കുഴപ്പമാണ്. സുരേഷ് ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ ചതിച്ചല്ലോ പായ? നിന്നെ പോലെ 2 മാസമെങ്കിലും അത് ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി? ഉഗ്രൻ. അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. അതെ, വീട് കിട്ടിയോ? അപ്പുറത്തെ വീട് ഒഴിഞ്ഞപ്പോ താക്കോല് വാങ്ങിച്ചു. നീ വന്നിട്ട് ഒരു സ്വീകരണമൊക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ചേട്ടാ, ഇവര് നാളെ താമസം മാറ്റുമെന്ന്. എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ? എഗ്രീഡ്. മിനി, കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മളല്പം വൈകിയേ വരുന്നു. കല്യാണി, എല്ലാം കാറിൽ നിന്ന് എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കഥ എടുത്തോളൂ. ശരി. ഗോപാലൻ ചേട്ടൻ. എന്നാലും കല്യാണി, നീ എന്നോട് ഈ കൊല ചതി ചെയ്തല്ലോ. എന്തു പറ്റി? എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതോ, എനിക്കറിയാമല്ലോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന്. ആരെങ്കിലും കണ്ടോ? ഈ പ്രദേശത്തന്നെ ആരും അറിയില്ലെന്ന്. അവരെങ്ങാനും വന്നാലോ? വാതിലടച്ചിരിക്കില്ലേ, ആര് വരാനാ? പിന്നെ വീടിന് പുറകത്ത് വല്ല തോടോ കിണറോ മുള്ളുവേലിയോ വല്ല ഉണ്ടോ? പട്ടിയുണ്ടോ? അയ്യോ. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നിന്നെ നിർബന്ധിക്കും. ഞാനിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. ഇരട്ടാ കുട്ടി. നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് മിനിയാണോ ഇതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്? നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുച്ചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണോ? നല്ല തന്റെ ഇടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. എനിക്കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്ക് എന്ത് പറ്റി മോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. തരുമി, ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ
മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഞാൻ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഡു വൺ തിങ്, ഇക്കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക. മൂവ് വിത്ത് ഹിം ക്ലോസ്ലി ആൻഡ് ട്രൈ ടു അട്രാക്ട് ഹിം ഫിസിക്കലി. യു അണ്ടർസ്റ്റാൻഡ്? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കോംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇക്ക കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം, നീ ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് ബി ഡെസ്പറേറ്റ്, നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യും, എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. ആ, സമയമായി. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. എന്നിട്ടെന്താ? തന്നു വിളിച്ചപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഇളയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടി അല്ലേ ചേച്ചി ജീവിക്കേണ്ടത്? ഇപ്പോഴും സുനിക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലേ വിഷമിക്കുമായിരുന്നുള്ളൂ. വിനുവേട്ടന് എന്റെ ജീവനാണ്. രാത്രിയിലെ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തത്തില്ല. അതാ വന്നു. അതിന് നീ എവിടെയാ ഓടുന്നത്? വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. എടി പെണ്ണെ, നിന്റെ വിനുവേട്ടന്റെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിലേക്ക് പണിയായി. മുഖത്തെന്തിട്ട് ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി, കാപ്പ് കുടിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടോ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി.